ഈ വീടിനെ ബാധിച്ച അന്ധകാരത്തിന്റെ വലയം ഇങ്ങോട്ട് ആകർഷിക്കുന്നില്ല. മനസ്സിൽ നിന്നും വീടിനെയും ബന്ധുജനങ്ങളെയും മറച്ചുകൊണ്ടിരിക്കുന്നു. പരിഹാരക്രിയ ഉണ്ടോ തിരുമേനി? തിരുമേനി അതും കൂടെ പറഞ്ഞെങ്കിൽ ഒരു സമാധാനമായേനെ. ഗ്രഹനാഥനായ സൂര്യനെ പോലെയാണ് ഈ ഗ്രഹത്തിൽ ജാതകക്കാരന്റെ സ്ഥാനം. അയാളെ രക്ഷിക്കുന്നത് കുടുംബദേവതയല്ല, സാക്ഷാൽ പെരുവണ്ണാപുരത്തമ്മയ. കുറച്ചധികം അകലെയാണ് ആ ക്ഷേത്രം. ജാതകക്കാരന് ദേവീകടാക്ഷം കരുത്തായി ഉണ്ടായത് അവിടെ നിന്നാണ്. ഈ കുടുംബത്തെ നിലനിർത്തി പോരുന്നതും പെരുവണ്ണാപുരത്തമ്മയാണ്. ഭഗവാൻ പരമശിവനും ശനിബാധിച്ചിട്ടുണ്ട്. ഈ സമയം പൂജകൾ നടത്തി പെരുവണ്ണാപുരത്തമ്മയെ സംതൃപ്തയാക്കണം. അങ്ങനെ ചെയ്യാം. ലക്ഷ്മി കടാക്ഷമുള്ള ഒരു പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവൾ വേണം പൂജകൾ ചെയ്യാൻ. അമ്മു തന്നെ ചെയ്യും. കമ്പനിയുടെ കാര്യങ്ങളും വലിയ പ്രശ്നത്തിലാ. അതും വരുമല്ലോ. കമ്പനിയിൽ പോയി ലക്ഷ്മി പൂജ ചെയ്യണം. വന്നു കയറിയ ആ പെൺകുട്ടി വേണം പൂജാകർമ്മങ്ങൾ ചെയ്യാൻ. എല്ലാം മംഗളമായി ഭവിക്കും. ലക്ഷ്മി പൂജയ്ക്ക് ശേഷം മതി പെരുവണ്ണാപുരത്തേക്ക് പോകാൻ. അവിടെ ചെയ്യേണ്ട പൂജകളുടെ ചാർത്ത് ഞാൻ തരാം. ഇനി നിങ്ങൾ ഭയപ്പെടാൻ ഒന്നുമില്ല. ആദ്യ വിജയം എന്നും തിന്മയുടേതാണ്. അതിവിടെയും സംഭവിച്ചു. ഈ കുടുംബത്തിന്റെ ഐശ്വര്യവും സമാധാനവും തകർത്തത് ഒരു ദുഷ്ടശക്തി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. മനസ്സ് മലിനമായി പൂജ ചെയ്താൽ ഒരു ദൈവവും പ്രസാദിക്കില്ല. അത് ദൈവത്തെയല്ല, തിന്മയെയാണ് പരിപോഷിപ്പിക്കുക. തടസ്സങ്ങൾ മാറാനായി അംബികാമന്ത്രം എല്ലാവരും ഹൃദയസ്ഥമാക്കി വയ്ക്കണം. അംബികാനാഭി നിധന അശ്വാരൂഢ അപരാജിത.